ഈ കോൺഗ്രസ് കഴക്കൂട്ടത്ത് പൗണ്ട് കടമെന്ന് പറഞ്ഞൊരു വാർഡുണ്ട്. ആ വാർഡിൽ ഇത്തവണ ആ സീറ്റ് ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിനാണ് കൊടുത്തത്. മൺവള സൈനുദ്ദീനാണ് മത്സരിക്കുന്നത്. പുള്ളിക്ക് അത് കൊടുത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർ പൗണ്ട് കടവിൽ കലാപത്തിനിറങ്ങി. ലീഗിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അവർ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറയുന്നു, ലീഗിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഈ ആ സ്ഥലത്തെന്നറിയാമോ, ഒരു 3 വർഷം മുമ്പ് മുസ്ലിം ലീഗിൻ്റെ കൊടിയെടുത്ത് എറിഞ്ഞ സ്ഥലമാണ് കോൺഗ്രസ്സുകാർ എടുത്ത് എറിഞ്ഞ സ്ഥലം. ലീഗിൻ്റെ കൊടി വെച്ച് ഇത് ഒരു വംശീയ അധിക്ഷേപമൊക്കെ നടത്തിയ കോൺഗ്രസ് നടത്തിയ ആ സ്ഥലത്താണ് കഴക്കൂട്ടത്ത്. ആ സ്ഥലത്താണ് ഇന്നിപ്പോൾ ലീഗിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. കൈപ്പത്തി ചിഹ്നത്തി മത്സരങ്ങൾക്ക് ലീഗുകാർ ഇറങ്ങി സഹായിക്കണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ലീഗിനെ അംഗീകരിക്കില്ല. ഇത് പറയുമ്പോഴാണ് ഞാൻ വീഡിയോയിൽ വന്നത്. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കും. ഇത് ശ്രദ്ധപ്പെടുത്താനാണ് വന്നത്. നമുക്ക് കണ്ടറിയാൻ ബാക്കി കാര്യങ്ങൾ. പക്ഷേ LDF എല്ലാ സ്ഥലത്തും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കും. ഇത്തവണയും LDF കോർപ്പറേഷൻ നിലനിർത്തുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ വെമ്പായം നസീറാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാർ 100 വാർഡിലൊക്കെ കോൺഗ്രസ്സുകാർ മത്സരിക്കാനും അതുപോലെ തിരിച്ചു പിടിക്കാനുമൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ ഇപ്പോൾ പല സ്ഥലത്തും ഈ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി എന്ന് പറഞ്ഞ് പല സ്ഥലത്തും അടിയും വഴക്കും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കലാപങ്ങൾ നടക്കുന്നുണ്ട്. വിമത സ്ഥാനാർത്ഥികളെ അവർ കോൺഗ്രസ്സുകാർ ഇറക്കി. ലീഗിൻ്റെയും RSPക്കും അതുപോലെ ഘടകകക്ഷികളെ സീറ്റൊന്നും കോൺഗ്രസ്സുകാർ അംഗീകരിക്കില്ലെന്നാണ് പറയുന്നത്. പലയിടത്തും അടിയും വഴക്കും ബഹളം. K മുരളീധരൻ ഒരു ജൈത്രയാത്ര തുടങ്ങി, അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. അവസാന നേതാക്കൾ തിരിച്ചു കൊണ്ടുവന്നു ഒക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ് കഴക്കൂട്ടത്ത് പൗണ്ട് കടമെന്ന് പറഞ്ഞൊരു വാർഡുണ്ട്. ആ വാർഡിൽ ഇത്തവണ ആ സീറ്റ് ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിനാണ് കൊടുത്തത്. മൺവള സൈനുദ്ദീനാണ് മത്സരിക്കുന്നത്. പുള്ളിക്ക് അത് കൊടുത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർ പൗണ്ട് കടവിൽ കലാപത്തിനിറങ്ങി. ലീഗിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അവർ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറയുന്നു, ലീഗിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഈ ആ സ്ഥലത്തെന്നറിയാമോ, ഒരു 3 വർഷം മുമ്പ് മുസ്ലിം ലീഗിൻ്റെ കൊടിയെടുത്ത് എറിഞ്ഞ സ്ഥലമാണ് കോൺഗ്രസ്സുകാർ എടുത്ത് എറിഞ്ഞ സ്ഥലം. ലീഗിൻ്റെ കൊടി വെച്ച് ഇത് ഒരു വംശീയ അധിക്ഷേപമൊക്കെ നടത്തിയ കോൺഗ്രസ് നടത്തിയ ആ സ്ഥലത്താണ് കഴക്കൂട്ടത്ത്. ആ സ്ഥലത്താണ് ഇന്നിപ്പോൾ ലീഗിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ കൊടി ലീഗിൻ്റെ കൊടിയെടുത്ത് എറിഞ്ഞ സ്ഥലം അവിടെയാണ് ഇപ്പോൾ ആ സ്ഥലം ലീഗിനിപ്പോൾ കൊടുത്തപ്പോൾ അത് കോൺഗ്രസ്സുകാർ അത് അംഗീകരിക്കില്ല, കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി നിർത്തും, ലീഗിനെ അംഗീകരിക്കില്ല എന്നതിനോട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് പറയാൻ വന്നത് 3 വർഷം മുമ്പ് ഇത് ഞാൻ ലോഹര അറിയിച്ചപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പോഴും മനസ്സിലായി, ഈ കോൺഗ്രസിൻ്റെ ശത്രു മുസ്ലിം ലീഗ് ശത്രു കോൺഗ്രസ്സുമാണ്. സത്യത്തിൽ മുസ്ലിം ലീഗിന് അത് എപ്പോഴും പറയും, എല്ലാവർക്കും അറിയാം, മുസ്ലിം ലീഗിനെ അംഗീകരിക്കാത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സുകാർക്കാണ് അംഗീകരിക്കാൻ മടിയും വിഷമങ്ങളും. പല സ്ഥലത്തും പ്രശ്നങ്ങൾ വേണമെങ്കിൽ അവർ പല സ്ഥലത്തും ലീഗിന് കൊടുക്കുന്ന സീറ്റിലെല്ലാം കോൺഗ്രസ്സുകാർ മത്സരിക്കും. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരങ്ങൾക്ക് ലീഗുകാർ ഇറങ്ങി സഹായിക്കണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ലീഗിനെ അംഗീകരിക്കില്ല. ഇത് പറയുമ്പോഴാണ് ഞാൻ വീഡിയോയിൽ വന്നത്. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കും. ഇത് ശ്രദ്ധപ്പെടുത്താനാണ് വന്നത്. നമുക്ക് കണ്ടറിയാൻ ബാക്കി കാര്യങ്ങൾ. പക്ഷേ LDF എല്ലാ സ്ഥലത്തും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കും. ഇത്തവണയും LDF കോർപ്പറേഷൻ നിലനിർത്തുക തന്നെ ചെയ്യും. ഈ കോൺഗ്രസിൻ്റെ വോട്ടുകളെല്ലാം പോണ BJPക്കാണ്. അതാണ് ഇപ്പോൾ അവർക്ക് 10 സീറ്റായത്. കോർപ്പറേഷൻ ഇത്തവണയും LDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അത് നിലനിർത്തും LDF. അതിനാണ് നമ്മൾ നല്ല ശക്തര സ്ഥാനാർത്ഥികളെ നമ്മൾ ഇറക്കും. ഓക്കെ, താങ്ക്സ്.